സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സുരാസുരാസേവിതപാദപങ്കജ കരേ വിരാജത്കമനീയപുസ്തകാ വിരിഞ്ചപത്നീ കമലാസനസ്ഥിത സരസ്വതി നൃത്യതു വാചി മേ സദാ. യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധര സ്വധാംനാ. അന്യാംശ്ച ഹസ്തചരണ ശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. എല്ലാവർക്കും എൻ്റെ വളരെ വിനീതമായ നമസ്കാരം. ഓക്കെ. ദേവദത്തവതിഹ ഗുണവിസർഗപതിതഃ അല്ലേ പാരതന്ത്രേണ സ്വകൃതകുശലാകുശലം ഫലം ഉപാദദാതി ആഹോസിത് ആത്മാരാമ ഉപശമശീലഃ സമഞ്ജസദർശനഃ ഉദാസ്തേ ഇതിഹാ വാവ ന വിദാമഃ എന്ന് വരെയാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ഓക്കെ. അപ്പോൾ ദേവദത്തൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏതോ ഒരു നാമരൂപങ്ങളിലുള്ള ഒരു പ്രാകൃത പുരുഷൻ, അതാണ് ദേവദത്തൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. അങ്ങനെയുള്ള ഒരാൾക്ക് താമസിക്കാനായിട്ട് ഒരു വീടുണ്ടാക്കി അതിൽ താമസിച്ചുകൊണ്ട് ശുഭാശുഭങ്ങളായ കർമ്മങ്ങളുടെ ഫലമായിട്ടുള്ള സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നത് പോലെ സ്വകർമ്മത്തിന് അധീനനായിട്ട് ശരീരമാകുന്ന ഭവനത്തിൽ അല്ലേ ജീവരൂപനായിട്ട് പ്രവേശിച്ചിട്ട് അസ്വതന്ത്രനായി സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നുവോ, അതോ ആത്മാനന്ദത്തിൽ രമിക്കുന്നവനും പരമശാന്തനുമായിട്ട് സ്വരൂപത്തിൽ നിന്ന് തെറ്റാതെ സാക്ഷിരൂപേണ ഉദാസീനനായിരിക്കുന്നുവോ എന്നൊന്നും ഞങ്ങൾ നന്നായി അറിയുന്നില്ല. ഇവിടെയാണ് നമ്മൾ നിർത്തിയത്. അതായത് ഭഗവാൻ എന്ന് പറയുന്ന ചൈതന്യം, ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ആത്മചൈതന്യം നമ്മളെപ്പോലെ സംസാരികളായിട്ട് സാധാരണ സുഖദുഃഖങ്ങളെ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നുവോ നോക്കിയാൽ അങ്ങനെയും കാണാം അല്ലേ. കാരണം കൃഷ്ണൻ ദേവകിയുടെ മകനായി ജനിച്ച് യശോദയുടെ അടുത്തുപോയി യശോദ വളർത്തി. അതിനുശേഷം തൻ്റെ അച്ഛൻ യാതൊരു വിഷമവും ഇല്ലാതെ അതങ്ങോട്ട് അല്ലേ ആ സ്ഥലം അത്രയും കാലം വിഹരിച്ച് നടന്ന ആ സ്ഥലത്തെ യാതൊരു വിഷമവും ഇല്ലാതെ ഉപേക്ഷിച്ച് അല്ലേ സ്വന്തം അമ്മയുടെ അടുത്തേക്ക് എത്തി. അതിനുശേഷം സ്വന്തമായിട്ടൊരു ഭവനം ദ്വാരകാപുരി ഉണ്ടാക്കി അവിടെ താമസിച്ചു. നമ്മൾ അറിയുന്ന കൃഷ്ണകഥ അങ്ങനെയാണ് അല്ലേ. അവിടെ താമസിച്ചു. അതിനുശേഷം യാതൊരു വിഷമവും ഇല്ലാതെ അതും ഉപേക്ഷിച്ചുകൊണ്ട് സ്വധാമത്തിലേക്ക് യാത്രയായി. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ കാണുമ്പോൾ ലോകത്ത് ജീവിക്കുന്ന ഏതൊരു മനുഷ്യനെ പോലെ തൻ്റെ എല്ലാ കർമ്മങ്ങളെയും നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സാധാരണ വ്യക്തി. അപ്പം അതുകൊണ്ട് ഭഗവാനെ അങ്ങേ കാണുമ്പോൾ ഞങ്ങൾക്ക് അങ്ങ് ഒരു ഞങ്ങളെപ്പോലെയുള്ള ഒരു സാധാരണക്കാരനാണോ, അതോ ഈ ആത്മസ്വരൂപമായിട്ട് നിലകൊള്ളുന്നത് ഇതുകൊണ്ടൊന്നും ഒട്ടലില്ലാതെ നിൽക്കുന്ന ഒരാളാണോ എന്ന് മനസ്സിലാകുന്നില്ല അല്ലേ. ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയും, നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തമവാപ്തവ്യം വർത്തയേവ ച കർമ്മണി അല്ലേ. എന്താ അതിൻ്റെ അർത്ഥം? അതായത് നമേ പാർത്ഥാസ്തി കർത്തവ്യം, എനിക്കൊന്നും ഈ ലോകത്ത് ചെയ്യാനില്ല അല്ലേ. ത്രിഷു ലോകേഷു മമ കർത്തവ്യം ന, എനിക്ക് ചെയ്യാനായിട്ടൊന്നുമില്ല. പക്ഷെ ഭഗവാൻ ചെയ്തതോ ആലോചിച്ച് നോക്കൂ. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തമവാപ്തവ്യം, എനിക്ക് കിട്ടാത്തതിനെ ഒന്നും കിട്ടാനുമില്ല. എനിക്ക് പുതുതായിട്ടൊന്നും നേടാനായിട്ട്, അതായത് നമ്മളൊക്കെ എന്തിനാണ് കർമ്മം ചെയ്യുന്നത്? രാവിലെ തന്നെ എഴുന്നേറ്റ് ഓഫീസിൽ പോകുന്നത് എന്തിനാ? ശമ്പളം കിട്ടാൻ. ഇല്ലെങ്കിൽ ആരെങ്കിലും പോവുമോ? പോവില്ല
ലോകത്തിൻ്റെ സ്വഭാവമാണത്. അതുപോലെ ഏത് പ്രവൃത്തി, നമ്മളെ ഒരു പഴയ കാലഘട്ടത്തിലാണെങ്കിൽ അച്ഛനമ്മമാരെ നോക്കുക, ഈ മാതിരിയുള്ള പ്രവൃത്തികൾക്കൊന്നും നമ്മളൊരു ഫലം ആഗ്രഹിച്ചിരുന്നില്ല. ഇപ്പോഴത്തെ കുട്ടികൾ അതിൽ നിന്നും കുറേയൊക്കെ വ്യത്യാസം വന്നിരിക്കും, നമ്മളൊന്നും വിചാരിച്ച പോലെ. കാരണം നമ്മളോടൊക്കെ നമ്മുടെ അച്ഛനമ്മമാർ എന്ത് പറഞ്ഞാലും അതിനി തെറ്റായാൽ പോലും തിരിച്ചൊരക്ഷരം പ്രതികരിക്കുമോ? ഇപ്പോഴത്തെ കുട്ടികളോ ഒരക്ഷരം പറഞ്ഞാൽ രണ്ടക്ഷരം അങ്ങോട്ട് പറയും. അതായത് അങ്ങനെ ഒരു കാലം എന്ന് കാലോസ്മി ലോക ക്ഷേക പ്രവൃത്തി, അതും ഭഗവാൻ തന്നെയാണ്, പ്രവൃത്തി ഭഗവാന്റെ തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ പറയണത് എന്താണ്? ഭഗവാൻ എന്ന് പറയുന്ന ഈ ഒരു സ്വരൂപത്തെ ഞങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? നിങ്ങളെപ്പോലെ ആത്മസ്വരൂപമായിട്ട്, അതായത് ഭഗവത് ചൈതന്യമായിട്ട്, ഒന്നിനോടും ഒട്ടലില്ലാതെ നമേ കർമാണിലിം പന്തി നമേ കർമ്മഫലേ സ്പൃഹ എന്നുള്ള മട്ടിലിരിക്കുന്ന ഒരാളാണോ, അതോ ദേവദത്തനെ പോലെ ഒരു സാധാരണക്കാരനായിട്ട് ജീവിക്കുന്ന ആളാണോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല ഭഗവാനെ. ഇത് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ അവസാനിപ്പിച്ചത്. ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം. നഹി വിരോധ ഉഭയം ഭഗവത്യപരിഗണിത ഗുണഗണേ ഈശ്വരേ അനവഗാഹ്യമാഹാത്മ്യേ അർവാചീന വികൽപ്പ വിതർക്ക വിചാര പ്രമാണാഭാസ കുതർക്കശാസ്ത്ര കലിലാന്തഃകരണാശ്രയ ദുരവഗ്രഹവാദിനാം വിവാദ അനവസര ഉപരത സമസ്തമായാമയേ കേവല ഏവ ആത്മമായാമന്തർധായ കോന്വർത്ഥോ ദുർഘട ഇതി ഭവതി സ്വരൂപദ്വയാഭാവാത്. നമുക്കൊന്ന് വായിക്കാം. നഹി വിരോധ ഉഭയം ഭഗവത്യപരിഗണിത ഗുണഗണേ ഈശ്വരേ അനവഗാഹ്യമാഹാത്മ്യേ അർവാചീന വികൽപ്പ വിതർക്ക വിചാര പ്രമാണഭാസ കുതർക്കശാസ്ത്ര കലിലാന്തഃകരണാശ്രയ. ഒന്നും കൂടി പറയാം. അർവാചീന വികൽപ്പ വിതർക്ക വിചാര പ്രമാണാഭാസ കുതർക്കശാസ്ത്ര കലിലാന്തഃകരണാശ്രയ ദുരവഗ്രഹവാദിനാം. ഒറ്റ പദമാണ് കേട്ടോ, ദുരവഗ്രഹവാദിനാം. ഇത്രയും ഭാഗം ഒറ്റ പദമാണ്. അർവാചീന വികൽപ്പ വിതർക്ക വിചാര പ്രമാണാഭാസ കുതർക്കശാസ്ത്ര കലിലാന്തഃകരണാശ്രയ ദുരവഗ്രഹവാദിനാം വിവാദാനവസര ഉപരത സമസ്തമായാമയേ കേവല ഏവ ആത്മമായാമന്തർധായ കോന്വർത്ഥോ ദുർഘട ഇവ ഭവതി സ്വരൂപദ്വയാഭാവാത്. ഓക്കെ, ഒന്നും കൂടി വായിക്കാം. നഹി വിരോധ ഉഭയം ഭഗവത്യപരിഗണിത ഗുണഗണേ ഈശ്വരേ അനവഗാഹ്യമാഹാത്മ്യേ അർവാചീന വികൽപ്പ വിതർക്ക വിചാര പ്രമാണാഭാസ കുതർക്കശാസ്ത്ര കലിലാന്തഃകരണാശ്രയ ദുരവഗ്രഹവാദിനാം വിവാദ അനവസര ഉപരത സമസ്തമായാമയേ കേവല ഏവ ആത്മമായാമന്തർധായ കോന്വർത്ഥോ ദുർഘട ഇവ ഭവതി സ്വരൂപദ്വയാഭാവാത്. എങ്ങനെയാണ് അതിൻ്റെ പദം മുറിക്കണം നോക്കാം. ന ഒരു പദം, ഹി വിരോധ, പിന്നെ ഒരു സെക്കൻഡ്,
ഉഭയം ഭഗവതി അപരിഗണിത ഗുണഗണേ ഈശ്വരേ അനവഗാഹ്യമാഹാത്മ്യേ അർവാചീന വികൽപ്പ വിതർക്ക വിചാര പ്രമാണാഭാസ കുതർക്ക ശാസ്ത്രകലിലാന്തക്കരണാശ്രയ ദുരവഗ്രഹവാദിനാം വിവാദ അനവസരേ എന്ന് പിരിക്കണം. വിവാദ അനവസരേ ഉപരത സമസ്തമായ മയേ കേവലേ എന്ന് പിരിക്കണം. കേവലേ ഏവ ആത്മമായാം അന്തർധായ കഹ നു അർത്ഥഃ ദുർഘടഃ ഇവ ഭവതി സ്വരൂപദ്വയാഭാവാത്. അങ്ങനെയാണ് പദച്ഛേദം. എന്താ അതിൻ്റെ അർത്ഥം? അപരിഗണിത ഗുണഗണേ, അതായത് പരിഗണിക്കാൻ പറ്റാത്ത അത്രയും ഗുണഗണങ്ങളോട് കൂടിയും അനവഗാഹ്യമാഹാത്മ്യേ, അനവഗാഹ്യം എന്ന് വെച്ചാൽ മനസ്സിലാക്കാൻ പറ്റാത്ത എന്നാണ്. അനവഗാഹ്യമാഹാത്മ്യേ, മനസ്സിലാക്കാൻ പറ്റാത്ത അത്രയും മാഹാത്മ്യത്തോട് കൂടിയതും. അർവാചീനം എന്ന് വെച്ചാൽ പിന്നീട് ഉണ്ടായത്, അതിനെയാണ് അർവാചീനം എന്ന് പറയുക. പിന്നീട് ഉണ്ടായതും. വികൽപ്പം എന്ന് വെച്ചാൽ സംശയം. വികൽപ്പം എന്ന് പറഞ്ഞാൽ രണ്ടുണ്ട് എന്നുള്ളതാണ്, സംശയം. വിതർക്കം എന്ന് വെച്ചാൽ ഊഹം. വിചാരം എന്ന് വെച്ചാൽ നിശ്ചയാഭാവം. പ്രമാണാഭാസം, അതായത് പ്രമാണം പോലെ തോന്നുന്നത്, ഇതിനെയാണ് പ്രമാണാഭാസം എന്ന് പറയുക. കുതർക്കം, കുത്സിതയുക്തി. ശാസ്ത്രകലിത അന്തഃകരണാശ്രയ ദുരവഗ്രഹവാദിനാം, അതായത് ശാസ്ത്രത്താൽ കലുഷിതമായ അന്തഃകരണമാകുന്ന ആശ്രയത്തിൽ യഥാർത്ഥമറിയാത്തവരുടെ, അതായത് എന്താ സംഭവം എന്ന് വെച്ചാൽ, ശാസ്ത്രം എങ്ങനെയാണ് ഒരു കാര്യത്തെ മനസ്സിലാക്കുന്നത്? അതായത് സംസ്കൃതത്തിൽ വ്യാകരണം, വേദാന്തം, മീമാംസ, അതുപോലെ ന്യായം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ജ്യോതിഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശാസ്ത്രങ്ങളുണ്ട്. നമ്മൾ ആധുനിക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മളെന്താ, സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഇത്യാദികളെയാണ് നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ അതുപോലെ തന്നെ എല്ലാവരും ചോദിക്കും, നിങ്ങൾ ഈ സംസ്കൃതം പഠിപ്പിക്കുന്നവർ എന്തെന്ന് ഈ 4 മെയിനിലൊക്കെ പഠിപ്പിക്കാനുള്ളത് ചോദിക്കും. അത് മനസ്സിലാക്കണമെങ്കിൽ ശാസ്ത്രം പഠിക്കാൻ ഒരല്പം മെനക്കെടണം. എത്രമാത്രം തലച്ചോറ് എടുത്ത് പണിതിട്ടാണ് ഈ സാധനം കെട്ടി ഉയർത്തിയിരിക്കുന്നത്. അതിൻ്റെ മുകളിലാണ് ഈ സംഗതികളൊക്കെ, അതായത് നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന വേദാന്തവും ഒക്കെ നിലനിൽക്കുന്നത്. അതായത് അത് വെറുതെ പറയല്ല, ശാസ്ത്രത്തിന് യുക്തിയുണ്ട്, പറയുന്നതിന് മുഴുവൻ യുക്തിയുണ്ട്. ഇപ്പം ന്യായശാസ്ത്രം പോലെയുള്ള ശാസ്ത്രങ്ങളൊക്കെ ആണെങ്കിൽ പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ശബ്ദം എന്നിങ്ങനെ 4 പ്രമാണങ്ങളെ അവർ അംഗീകരിക്കുന്നു. അതാണ് ഈ പറഞ്ഞ പ്രമാണം പോലെ തോന്നുന്നത് എന്ന് പറയുന്നത്, പ്രമാണാഭാസം. ഇവിടെ കണ്ടില്ലേ? അതായത് പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ എന്താ, ഒരാൾക്ക് ഉണ്ടോ ഇല്ലയോ, ഇപ്പം ഇങ്ങനെ ഒരാൾ ഇവിടെ ഇരിക്കുന്നു എന്ന് ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കുക? അയാൾ ഞാൻ എൻ്റെ മുമ്പിൽ കാണുന്നു, പ്രത്യക്ഷ പ്രമാണമാണ്. അല്ലേ? അനുമാനം എങ്ങനെയാ? അനുമാനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ എന്താ പറയുക, പുക പറക്കുന്നത് കണ്ടു, നമ്മൾ എന്ത് തീയുണ്ട് അല്ലേ? പുക അല്ലാണ്ട് തീയില്ലാതെ പുക വരുമോ? അതാണ്, അതിനാണ് എന്ത് പറയുക, അനുമാനം എന്ന് പറയുക. ഉപമാനം എന്ന് പറഞ്ഞാൽ ഒരാൾ ഭയങ്കരമായിട്ട് തടിച്ചിരിക്കുന്നു, ഭയങ്കര തടിയാണ്, സഹിക്കാൻ പറ്റാത്തത്രയും തടിയാണ്. പക്ഷേ നേരം പുലർച്ചയായാൽ രാത്രി വരെ ഒരു ഭക്ഷണം ഇയാൾ കഴിക്കാറില്ല. പിന്നെ എവിടെ നിന്ന് വന്നു ഈ തടി? പീനോ ദേവദത്ത ദിവാനഭുങ്ക്തെ എന്ന് പറയും. അതായത് പകല് ഭക്ഷണം കഴിക്കാറില്ല, പിന്നെ അയാൾ തടിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? രാത്രി ഭക്ഷണം കഴിക്കാറുണ്ട് അല്ലേ? അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ അതാണ് യുക്തി. പിങ്ങനെ അതായത് പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ശബ്ദം എന്ന് പറഞ്ഞാൽ വേദപ്രമാണമാണ്. വേദം എന്ന് പറയുന്ന പ്രമാണം. ഇങ്ങനെ 4 പ്രമാണങ്ങളെ അംഗീകരിച്ചുകൊണ്ടാണ് ന്യായശാസ്ത്രം പോലെയുള്ള ശാസ്ത്രങ്ങളൊക്കെ നിലനിൽക്കുന്നത്. ഇങ്ങനെ പല ശാസ്ത്രങ്ങൾക്കും പലതരത്തിലുള്ള യുക്തികളുണ്ട്. ഇതിൽ ചാർവാകൻ എന്ന് പറയുന്ന വിഭാഗം പ്രത്യക്ഷം എന്ന പ്രമാണത്തെ മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ.
അപ്പോൾ അവരുടെ ശാസ്ത്രം, അതായത് ഈ ഓരോരുത്തരും അവരവരുടേതായ ശാസ്ത്രങ്ങൾ കെട്ടിപ്പടുത്തിട്ടുണ്ട്. ഈ ശാസ്ത്രങ്ങളൊക്കെ നിലനിൽക്കുന്നത് അവരുടെ ഈ സിദ്ധാന്തങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇവർ തമ്മിൽ, അതായത് ഇപ്പോൾ വേദാന്തികളും മീമാംസകരും അല്ലെങ്കിൽ വേദാന്തികളും ന്യായശാസ്ത്രവും ഒക്കെ തമ്മിൽ പരസ്പരം എന്തു ചെയ്യും? അവരവരുടെ സിദ്ധാന്തങ്ങൾ വെച്ചുകൊണ്ട് വളരെ ശക്തമായി ശാസ്ത്രം സംവാദം ചെയ്യും. അതായത് ശാസ്ത്ര സംവാദം നടത്തും. ഒരാളൊന്ന് ശരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് ശരിയല്ല എന്ന് പറയും വേദാന്തി. കാരണം എന്താ? ഇപ്പോൾ പ്രത്യക്ഷം മാത്രം അംഗീകരിക്കുന്ന ചാർവാകൻ എന്ത് പറയും? ഇങ്ങനെ ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട് എന്ന് പറയും. വേദാന്തി പറയും അത് ശരിയല്ല, അത് നിങ്ങളുടെ തോന്നലാണ്. അതായത് അതിന് കാരണം എന്താണ്? അയാൾ അവിടെ ഇരിക്കുന്നുണ്ട് എങ്കിൽ ഒരു സാധനം ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ അതിനെന്ത് വേണം? നിലനിൽപ്പ് എല്ലാ കാലത്തും വേണം. എല്ലാ കാലത്തും ഉള്ളതിനെ മാത്രമേ നമ്മൾ ഉണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർക്കിത് പറയാൻ അവരുടേതായ യുക്തികളുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ തമ്മിൽ പരസ്പരം മത്സരിക്കുകയും മല്ലിടുകയും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വാദേ ജായതേ തത്വബോധ എന്നാ പറയുക. അതായത് കൂടുതൽ 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 വാദിച്ച് പരസ്പരം, ഇത് വെറുതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുതർക്കം ഉന്നയിക്കുകയല്ല. അതായത് ഇന്നത്തെ ആളുകൾ പറയും പോലെ ശണ്ട കൂടുകയല്ല, അങ്ങനത്തെ ശണ്ടയല്ല. പക്ഷേ സിദ്ധാന്തം ശരി ഏത് എന്നുള്ള ക്ലാരിറ്റിക്ക് വേണ്ടി അവരെന്ത് ചെയ്യുന്നു? പരസ്പരം ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംവാദം നടത്തി തത്വബോധത്തെ നിർണ്ണയിക്കുന്നു. ഇങ്ങനെ ഒരു ശാസ്ത്ര പദ്ധതി നമ്മുടെ ഭാരതീയ ശാസ്ത്ര പാരമ്പര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഇത് മാത്രം, പക്ഷെ എന്താ, ഇത് മാത്രം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അതുണ്ട് ഇതില്ല, അതുണ്ട് ഇതില്ല ഇതെന്ന് പറഞ്ഞ് ചെയ്തുകൊണ്ടിരുന്നിട്ട് അവന് എന്തെന്നാ ഒരു ഗുണമുള്ളത്? അതായത് ഇത് വിശകലനം ചെയ്യുകയും സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അവനവൻ അത് അനുഷ്ഠിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ഒക്കെ ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശാസ്ത്രം കൊണ്ട് പ്രയോജനമുള്ളൂ, അല്ലേ? അല്ലാണ്ട് ഇപ്പം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ തർക്കിച്ചിട്ട് എന്താ കാര്യം? ഇപ്പോൾ വേദാന്തം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. കേൾക്കാൻ നല്ല രസമാണ്. എന്താ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ സമയം പോണത് എങ്ങനെയാണെന്ന് അറിയില്ല. കാരണം എന്താ, ജീവിതത്തിൻ്റെ ആത്യന്തികമായ സത്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ സത്യങ്ങളെക്കുറിച്ച് പറയുമ്പം തന്നെ ഈ സത്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഇത്തിരിയെങ്കിലും നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഭാഗവത ശ്രവണമോ ഭാഗവത പാരായണമോ ഭാഗവതത്തിൻ്റെ മോള് സമയം ചെലവഴിക്കുന്നതോ വെറുതെയാണ്. അപ്പം അതുകൊണ്ട് എല്ലാ ഭാഗവതന്മാരും അങ്ങനെ ചെയ്യും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലുമില്ല. പക്ഷേ അതിൽ കുറച്ച് ആൾക്കാർ ഇതിൻ്റെ നേരെ വരും. ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് ആൾക്കാർ ഇതിൻ്റെ നേരെ വരും, കുറച്ച് ആൾക്കാർ അതിൽ ആകൃഷ്ടരാകും, അതിലും വളരെ കുറച്ച് ആൾക്കാർ അതിനകത്ത് അവരുടെ ജീവിതമാക്കി മാറ്റും. അതായത് അങ്ങനെയുള്ളവരെ ഈ ലോകത്ത് വളരെ കുറവേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ചില ആ ഒരു അർത്ഥത്തിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പം അതാണ് ഇവിടെ എന്താ പറയുന്നത് നോക്കൂ. അനന്തരമുണ്ടായത് ഈ വിതർക്കം, വിചാരം, പ്രമാണാഭാസം, കുത്സിതയുക്തി, ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ശാസ്ത്രകലിത അന്തഃകരണം, അതായത് ആഭാസങ്ങളായിട്ടുള്ള പ്രമാണങ്ങൾ, പിന്നെയോ അവയെ സഹായിക്കാൻ ഉപകരിക്കുന്ന കുത്സിതമായ യുക്തികൾ, വെച്ചാൽ വെറുതെ കുതർക്കം പറയുക, അങ്ങനെയുള്ള യുക്തികൾ, ഇവയുടെ നിരന്തര അഭ്യാസം കൊണ്ട് ഇത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പണി. നേരം വെളിച്ച് എഴുന്നേച്ചാൽ എനിക്ക് എന്ത് ചെയ്യണം? എൻ്റെ ശാസ്ത്ര പാണ്ഡിത്യം പ്രൂവ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഞാനൊരു വലിയ ഭക്തനാണ് എന്നുള്ളതിൻ്റെ അടയാളം എന്താണ്? നേരം പറഞ്ഞാൽ നല്ല കുറിയും തൊട്ട്, അല്ലേ, ഭഗവാനെ കുറേ ധ്യാനിച്ച് ഇപ്പുറത്തൂടി വരുന്നവൻ എന്തൊക്കെ ഉപദ്രവം ചെയ്യാനുണ്ടോ അത് മുഴുവൻ ചെയ്യുന്നുണ്ടാവും. പക്ഷേ നേരം പറഞ്ഞ് എഴുന്നേറ്റ് നല്ല കുളിച്ച് കുറി തൊട്ട് ഭഗവാന്റെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ നമസ്കരിച്ച് പ്രാർത്ഥിച്ച് അന്നപ്പം തുടങ്ങി കുത്സിത യുക്തി. അപ്പം ഇങ്ങനെ വന്നതുകൊണ്ട് എന്തേ കാര്യമുണ്ടോ? ഈ പറയുന്ന അഭ്യസിക്കുന്ന സാധനങ്ങൾ ഹൃദയത്തിലേക്ക് ആവേശിക്കുന്നെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് പ്രയോജനമുള്ളൂ, അല്ലാണ്ട് ഒരു കാര്യമില്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഈ ആഭാസങ്ങളായ പ്രമാണങ്ങളെ, അവയെ സഹായിക്കാൻ ഉപകരിക്കുന്ന കുത്സിതമായിട്ടുള്ള യുക്തികളെ, അതടങ്ങിയ ശാസ്ത്രങ്ങളെ, ഇവയുടെയൊക്കെ നിരന്തര അഭ്യാസം കൊണ്ട് ദുഷിച്ചിരിക്കുന്ന അന്തഃകരണത്തിൻ്റെ വിക്ഷേപം കൊണ്ട് യഥാർത്ഥമായ സ്വരൂപം എന്ത് എന്നവന് മനസ്സിലാവുന്നില്ല. കാരണം അവൻ്റെ പ്രവർത്തിക്കുന്ന മുഴുവൻ എന്താണ്? ശരീരമാണ്.
മറ്റൊരാളോട് ചാടിക്കളിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന എന്താണ്? നമ്മുടെ ശരീരമാണ്. ക്രോധമല്ലോ നടാം സംഹാരകാരണം, അല്ലേ? എഴുത്തച്ഛൻ പറയും, ക്രോധം പരിത്യജിക്കേണം ബുധജനം. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളിങ്ങനെ വെറുതെ തർക്കവും കുതർക്കവുമായിട്ട് നടക്കും. അങ്ങനെ യഥാർത്ഥ സ്വരൂപം അറിയാതിരിക്കുന്ന ആളുകളുടെ വാദങ്ങളിൽ നിന്ന്, അവരുടെ വാദങ്ങളിൽ നിന്ന് ഈശ്വരൻ എവിടെ ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ എത്രയോ ദൂരത്തിരിക്കുന്നു. കാരണം ഈ വിഷയത്തിൽ ആരില്ല? ഈശ്വരനില്ല. ഇങ്ങനെയുള്ളവരുടെ ഹൃദയത്തിൽ ആരില്ല? ഈശ്വരനില്ല. ഈശ്വരൻ, അവർക്ക് ഈ കുത്സിത യുക്തിയും തർക്കവും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മത്സരവും മാത്സര്യ ബുദ്ധിയും തന്നെയുള്ളൂ. അവിടെ ആരില്ല? ഈശ്വരൻ അവിടെ ഇല്ല. ഈശ്വരൻ എന്ന് പറയുന്നത് വസിക്കുന്നവൻ ആദ്യം വേണ്ടത് എന്താണ്? ദയ, കരുണ, അനുകമ്പ, ആർദ്രത, ഇതൊക്കെ ഉണ്ടായവന് മാത്രമേ. എന്താ കാരണം? ഭഗവാൻ തന്നെ പറയും, യജ്ഞശിഷ്ടാശിനഃസന്തോ മുച്യന്തേ സർവകിൽബിഷൈഃ ഭുഞ്ജതേ തേ ത്വഖം പാപ യേ പചന്ത്യാത്മകാരണാത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു യജ്ഞം എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലേ? യജ്ഞശിഷ്ടാശിനഃസന്തോ, അതായത് യജ്ഞം ചെയ്തുകൊണ്ട് യജ്ഞത്തിൻ്റെ ശേഷം ഭക്ഷിക്കുന്ന സജ്ജനങ്ങൾ. യജ്ഞശേഷം, യജ്ഞം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഫലം പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന കർമ്മങ്ങൾ. അങ്ങനെയുള്ള കർമ്മങ്ങൾ കൊണ്ട് സന്തഹ മുച്യന്തേ സർവകിൽബിഷൈ, നമ്മൾ ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപങ്ങളിൽ നിന്നും ഈ കർമ്മങ്ങൾ നമ്മളെ മോചിപ്പിക്കും. പൂർവജന്മാർജിതമായിട്ട് ചെയ്തു പോയിട്ടുള്ള എന്ത് കർമ്മങ്ങളുണ്ടെന്ന് നമുക്കറിയില്ല. ആ കർമ്മങ്ങളിൽ നിന്ന്, ആ ദോഷങ്ങളിൽ നിന്ന് മുക്തി നേടാനുള്ള വഴി എന്താണ്? യജ്ഞശിഷ്ടാശിനഃസന്തോ, യജ്ഞശേഷത്തെ ഭുജിക്കുക. നേരെ മറിച്ച് ഭഗവാൻ തന്നെ പറയാണ്, ഭുഞ്ജതേ തേ ത്വഖം പാപ, പാപത്തെ ഭജിക്കുന്നു. ആരാണ്? യേ പചന്ത്യാത്മകാരണാത്, അവനവൻ ഭക്ഷിക്കുക, അവനവൻ തന്നെ പൈസ സമ്പാദിക്കുക, അവനവന് വേണ്ടി മാത്രം അത് ഉപയോഗപ്പെടുത്തുക. വേറൊരാൾ വന്നിട്ട് ഒരു കാരുണ്യമോടുകൂടി ഒരു ഭക്ഷണം ചോദിച്ചാൽ പോലും കൊടുക്കാൻ ബുദ്ധിമുട്ടും. അങ്ങനെയുള്ള, അതായത് ഒരു കാലഘട്ടത്തിൽ ആളുകൾ എന്താ ചെയ്യുന്നത്? അവനവൻ കഴിച്ചില്ലെങ്കിലും, അല്ലേ, എന്തു ചെയ്യും? അതിഥി ദേവോ ഭവ, ആചാര്യദേവോ ഭവ, അല്ലേ? അതിഥി, അവനവൻ്റെ വീട്ടിലേക്ക് വരുന്ന ആൾക്കും അവനവൻ കഴിച്ചില്ലെങ്കിലും എന്തു ചെയ്യും? മറ്റവർക്ക് കൊടുക്കും. അങ്ങനെ ഭക്ഷണമൊക്കെ ദാനം ചെയ്യും. എന്തും, ഭക്ഷണമെന്നില്ല, എന്തു വേണമെങ്കിലും മറ്റവനെ സഹായിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടായിരിക്കും. അങ്ങനെ അല്ലാതെ ആത്മകാരണാത്യേ പചന്തി, അവനവന് വേണ്ടി മാത്രം സമ്പാദിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ഏതൊരാളുകളുണ്ടോ അവർ ഭുഞ്ജതേ തേ ത്വഖം പാപ, അവർ ഭയങ്കരമായ പാപത്തിൽ ചെന്ന് വീഴുന്നു. അതായത് അവനവൻ തന്നെ ഉണ്ടാക്കുക, അവനവൻ. ഞാൻ വേറൊരാൾക്കും ഒരു ഉപദ്രവവും ചെയ്യുന്നില്ലല്ലോ, നമ്മളങ്ങനെ പറയാം, അല്ലേ? ഞാൻ ഒരാൾക്കും ഒരു ഉപദ്രവവും ചെയ്യാൻ പോയി, ഞാൻ എൻ്റെ പണിയെടുക്കുന്നു, അതുകൊണ്ട് സമ്പാദിക്കുന്നു, ഞാൻ അതുകൊണ്ട് ജീവിക്കുന്നു, എന്താ കുഴപ്പം? അങ്ങനെ ചെയ്താൽ പോരാ എന്നാണ് ഭഗവാൻ പറയുന്നത്. നമ്മുടെ ചുറ്റുമുള്ള സകല ജീവജാലങ്ങളെയും നമ്മളെപ്പോലെ കരുതി അവരെ സംരക്ഷിക്കാനുള്ള ബാധ്യത, പറ്റുന്നിടത്തോളം സംരക്ഷിക്കാനുള്ള ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന് തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള, അതായത് ദുഷ്ടമായിട്ട് സംസാരിക്കുകയും ദുഷ്ടമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുതർക്ക യുക്തികളെ കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവരുടെ മനസ്സിൽ നിന്ന് ഭഗവാൻ എത്രയോ ദൂരത്തേക്ക് പോയിരിക്കുന്നു. പിന്നെന്താ പറയണത്? വിവാദ അനവസരേ ഉപരത സമസ്തമായ വിവാദ ശാസ്ത്രത്താൽ, അതായത് എന്താ പറഞ്ഞത്? ശാസ്ത്രകലില അന്തഃകരണാശ്രയ ദുരവഗ്രഹവാദിനാം, ശാസ്ത്രത്താൽ കലുഷിതമായ അന്തഃകരണമാകുന്നു. അന്തഃകരണം എന്ന് പറഞ്ഞാൽ എന്താ? ഈ മനസ്സാണ് അതിൽ ഏറ്റവും പ്രധാന ഘടകം. അന്തഃകരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം മനസ്സാണ്. മനോബുദ്ധി അഹങ്കാര ചിത്തം, ഇതാണ് അന്തഃകരണം എന്ന് പറയുന്നത്. അപ്പം മനസ്സ് എന്ന് പറയുന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള കലുഷിതമായിട്ടുള്ള അന്തഃകരണത്തോട് കൂടിയവർ വിവാദ അനവസരേ, വിവാദത്തിന് വിഷയമല്ലാതിരിക്കുന്നതും ഉപരത സമസ്തമായാമയേ, ഉപരതിയെ പ്രാപിച്ചിരിക്കുന്ന, അതായത് അടങ്ങിയിരിക്കുന്ന എന്നർത്ഥം. ഉപരത സമസ്തമായാമയ, ഉപരതിയെ പ്രാപിച്ചിരിക്കുന്ന സകല ദ്വൈത പ്രപഞ്ചത്തോട് കൂടിയതും. അതായത് ഉപരതി എന്ന് പറഞ്ഞാൽ എന്താ? ഇല്ലാതെയാവുക, അതിനെ അങ്ങോട്ട് അസ്തമിക്കുക എന്നാണ്.
എന്താണ് അസ്തമിക്കുന്നത്? സമസ്തമായാമയെ, ഉപരതിയെ പ്രാപിച്ചിരിക്കുന്ന സകല ദ്വൈത പ്രപഞ്ചത്തോടു കൂടിയതും കേവലേ ഏകനായും ഭഗവതി ഐശ്വര്യപൂർണനായും. എന്താണ് ഭഗവാൻ എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? ഭഗം എന്ന് പറഞ്ഞാൽ ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ യശസ ശ്രിയ. ഇതാണ് ജ്ഞാനവൈരാഗ്യോശ്ചൈവ ഷണ്ണാം ഭഗ ഇതീരിതാഹ. ഭഗം എന്ന് പറഞ്ഞാൽ ഈ 6 എണ്ണമാണ്. എന്തൊക്കെയാണ്? ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം. ഈ 6 എണ്ണത്തിനെയാണ് ഭഗം എന്ന് പറയുക. ഈ ഭഗമുള്ളവനാണ് ആര്? ഭഗവാൻ. അപ്പം ഭഗം ഉള്ള ഈ ഭഗവതി, അങ്ങനെയുള്ള ഐശ്വര്യപൂർണനായിരിക്കുന്ന ഈശ്വരനിൽ സ്വരൂപദ്വയാഭാവാ, സ്വരൂപദ്വയത്തിൻ്റെ അഭാവം ഹേതുവായിട്ട് ആ ഈശ്വരൻ എന്തില്ല? 2 ഇല്ല. അതൊന്നേ ഉള്ളൂ. നമ്മൾ കുറേ പ്രാവശ്യം പറഞ്ഞു അല്ലേ? കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഇത് തന്നെയാണ്. ഈശ്വരൻ എന്തില്ല? 2 ഇല്ല. അത് ഒന്നേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ആ ഈ സ്വരൂപത്തിൻ്റെ അഭാവം ഹേതുവായിട്ട് ആത്മമായാം അന്തർധായ, അതായത് തൻ്റെ ശക്തിയെ നടുവിൽ നിർത്തിയിട്ട് ക്വനു അർത്ഥ, എന്തൊരു കാര്യം, ദുർഘടൈവ ഭവതി, അത് ദുർഘടം എന്നതുപോലെ ഭവിക്കുന്നു. അതായത് മൊത്തമായിട്ട് ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, ആഭാസങ്ങളായ പ്രമാണങ്ങൾ, അവയെ സഹായിക്കാൻ ഉപകരിക്കുന്ന കുത്സിതമായിട്ടുള്ള യുക്തികൾ അടങ്ങിയിട്ടുള്ള ശാസ്ത്രങ്ങൾ, ഇവയുടെയൊക്കെ നിരന്തരമായ അഭ്യാസം കൊണ്ട് ദുഷിച്ചിരിക്കുന്ന അവനവൻ്റെ അന്തഃകരണത്തിൻ്റെ വിക്ഷേപം കൊണ്ട് യഥാർത്ഥമായ സ്വരൂപത്തെ അറിയാതിരിക്കുന്ന വാദികളുടെ വാദങ്ങളിൽ നിന്ന് ഈശ്വരനായിട്ടുള്ള അങ്ങ് എത്രയോ ദൂരത്തിരിക്കുന്നു. പിന്നെയോ മായാകാര്യങ്ങൾ സകലവും ഈശ്വരനെ ആശ്രയിച്ചുകൊണ്ട് നടക്കുന്നു എന്നല്ലാതെ ഈശ്വരനെ ആര് മറക്കുന്നില്ല? മായയ്ക്ക് മറയ്ക്കാൻ സാധ്യമല്ല. ഈശ്വരനെ ആശ്രയിച്ചുകൊണ്ട് മായ നടക്കുന്നു. കാരണം 2 തോന്നിക്കുന്നത് ആരാണ്? ഈശ്വരൻ തന്നെയാണ്. അതായത് ഈശ്വരൻ്റെ മായയാണ് ഈ തോന്നലുകൾ മുഴുവൻ ഉണ്ടാക്കുന്നത്. പക്ഷേ ഈശ്വരനിൽ ആ മായ പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് ജീവന്മാർ, അതായത് ഈ മായ മറയ്ക്കുന്നില്ലാത്തത് കൊണ്ട് എന്തു വരുന്നു? നമ്മളെപ്പോലെയുള്ള സാധാരണ ജീവന്മാർ ദുഃഖിക്കുന്നവരായിട്ടും ഈശ്വരനായിട്ടുള്ള അങ്ങ് നിത്യാനന്ദ സ്വരൂപനായിട്ടും ഇരിക്കുന്നതിൽ യാതൊരു ഹാനിയുമില്ല. നമുക്ക് എന്തുകൊണ്ടാണ് ദുഃഖം? ഓട്ടൂര് പറയും, പ്രേമം നിഷ്കാമമായാൽ സകല കലുഷവും വിട്ടുപോയി ശുദ്ധമായാൽ കൈവല്യാകാംക്ഷ പോലും കരളിനയണുവും വന്നു തീണ്ടാതെയായാൽ തന്നെ സ്നേഹിച്ചിടേണം പ്രിയനവികലമെന്നാഗ്രഹിക്കാതെയായാൽ തത്പ്രീതിക്കായ ജശ്രം നരകമനുഭവിക്കുന്നതാനന്ദമാകും. ഈ പറയുന്ന പ്രേമം നിഷ്കാമമായാൽ, ഒരാളോട് നമുക്ക് പ്രേമം തോന്നേണ്ടത് അയാളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിലല്ല, നിഷ്കാമമായിട്ട് പ്രേമിക്കാൻ സാധിക്കണം. ഒരാളെ പ്രേമിക്കുക എന്ന് പറഞ്ഞാൽ മറ്റേ കല്യാണം കഴിക്കാനുള്ള പ്രേമല്ല, ആ പ്രേമത്തെ അല്ല ഉദ്ദേശിച്ചത്. പ്രേമം എന്ന് പറയുന്നത് എങ്ങനെയാണ്? പ്രേമം എന്ന് പറയുന്നത് ഒരു സാർവലൗകികമായ ഈ ലോകത്ത് മുഴുവൻ നിലവിലുള്ള, നമുക്കൊരു ഗുരുനാഥൻ്റെ അടുത്ത് പോയപ്പോൾ, ഭൂമാനന്ദ തീർത്ഥ സ്വാമിജിയുടെ അടുത്ത് പോയാൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നൊരു വികാരമുണ്ട്. അതാണ് പ്രേമം എന്ന് പറയുന്നത്. അതായത് അത് മറ്റൊരാൾക്ക് തടസ്സപ്പെടുത്താൻ സാധിക്കുകയോ, അത് അനുഭവവേദ്യമാകും, അത് അനുഭവിക്കാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകുമ്പോൾ. കാരണം നിരുപാധികമായ ഒരു സ്നേഹമുണ്ട്, ഒന്നും പ്രതീക്ഷിക്കാത്ത ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹത്തിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ കുമാരനാശാനെ പോലുള്ളവർ പറയല്ലേ, സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ സ്നേഹസാരമിഹ സത്യമേകമാം, അല്ലേ? നമ്മൾ പഠിച്ച് ഇങ്ങനെ കേട്ട് പരിചയിച്ചിട്ടുണ്ടാവാം. അതായത് ഗുരുനാഥൻ്റെ അടുത്ത് പോകുമ്പോൾ നമുക്ക് പ്രതീതമാകുന്നത് ഈ ഒരു ആനന്ദമാണ്. ആ ഗുരുനാഥനാണ് ഈശ്വരനായിട്ടുള്ളത്. അതായത് ഈശ്വരൻ എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, മായായത്ര കഥാപിനോ വികുരുതേ ഭാതേ ജഗദ്ഭ്യോ ബഹി ശോകക്രോധ വിമോഹ സാധ്വസമുഖാ ഭാവാസ്തു ദൂരംഗതാ.
അല്ലേ? ശോകം, ക്രോധം, മോഹം, ഇതൊക്കെ ഇങ്ങനെയുള്ള ഭാവങ്ങളൊക്കെ എത്രയോ ദൂരത്തേക്ക് പോയിരിക്കുന്നു. അവിടെ സ്നേഹം എന്ന് പറയുന്ന ഒരേ സാധനമേ ഉള്ളൂ. സാന്ദ്ര ആനന്ദജരീച, ആനന്ദത്തിൻ്റെ ഒരു അനുഭൂതിയാണ്. നമ്മളടുത്ത് നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടല്ലാതെ സ്നേഹിക്കാൻ ആരാ ഈ ലോകത്തുള്ളത്? ആലോചിച്ച് നോക്കൂ. എന്താ ആചാര്യസ്വാമികൾ പോലും പറയും, എന്താ ഭാര്യ എന്തിനാണ് ഭർത്താവിനെ സ്നേഹിക്കുന്നത്? ഒന്നും കിട്ടാനില്ല എന്ന് വിചാരിച്ചോളൂ. അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് കുടുംബം പുലർത്താനുള്ള കഴിവില്ല ഭർത്താവിന്, സ്നേഹം വരുമോ? സാധാരണഗതിയിൽ ഉള്ള കാര്യം ഞാൻ പറയണം കേട്ടോ. ഇതിലൊക്കെ വ്യത്യസ്തതകളുള്ളവർ ഇഷ്ടം പോലെ ഉണ്ടാവാം. പക്ഷെ ലോകത്ത് നമ്മൾ കാണുന്നത് പരസ്പരമുള്ള ബഹുമാനം എന്ന് പറയുന്നത് ഒരാൾക്ക് മറ്റാളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും കിട്ടാനുണ്ടാകുമ്പോഴാണ്. ഇതൊന്നും കിട്ടാനില്ലാതെ, അതായത് ഞാനും അയാളും ഒരേ സ്വരൂപത്തിൻ്റെ അംശമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ അവിടെ എന്തുണ്ടാവില്ല? ദ്വൈതം ഉണ്ടാവില്ല. അപ്പം മാത്രമേ അത് സാധിക്കുള്ളൂ. ഇത് പറയാൻ എളുപ്പമാണ്, പ്രവർത്തിക്കാൻ അത്ര എളുപ്പമല്ല. അതായത് നമ്മളും മറ്റൊരാളും ഒരേ ചൈതന്യമാണ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു സാധനമല്ല. രണ്ടും രണ്ടായിട്ടേ കാണാൻ സാധിക്കുള്ളൂ. നമുക്ക് പലതരത്തിലും ആളുകളെ വൈവിധ്യമായിട്ടേ കാണാൻ സാധിക്കുള്ളൂ. ഈ വിവിധത ഇല്ലാത്തവനാണ് എൻ്റെ യഥാർത്ഥ ഭക്തൻ എന്ന് ഭഗവാൻ എത്രയോ തവണ ആവർത്തിക്കുന്നു. ഞാനും വേറൊരാളും ഇല്ല, അങ്ങനെയുള്ളവനാണ് എൻ്റെ ഏറ്റവും ഉത്തമനായിട്ടുള്ള ഭക്തൻ. ഭക്തൻ്റെ ലക്ഷണം നിമി നവയോഗി സംവാദം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇവിടെ ഒരുപാട് തവണ അത് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചു, നടന്നിട്ടുണ്ടാവും. നിമി നവയോഗി സംവാദം എന്ന് പറഞ്ഞിട്ട് ഭാഗവതത്തിലെ ഒരു ഭാഗമുണ്ട്. അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് 3 ഭക്തന്മാർ, ഉത്തമ ഭക്തൻ, മധ്യമ ഭക്തൻ, അധമ ഭക്തൻ, ഇങ്ങനെ 3 ആയിട്ട് ഭക്തന്മാരെ കാറ്റഗറൈസ് ചെയ്യുന്നു. ഇതിൽ ഉത്തമനായിട്ടുള്ള ഭക്തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്താണെന്നറിയോ? ഞാനും മറ്റൊരാളും എന്നുള്ള കാഴ്ചപ്പാടില്ലാതിരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിശ്വത്തെയും വിഷ്ണു ശരീരമായി ദർശിക്കുവാൻ പറ്റിയവർക്ക് പറഞ്ഞില്ലേ, ആ സാധനം. അതായത് മറ്റേ വേറൊരു എൻറ്റിറ്റി ഉണ്ട് എന്ന് അങ്ങനെ ഒരു വിചാരം നമുക്കില്ല. വേറൊരാളുണ്ട് എന്നുള്ള സംഗതിയില്ല. ഞാൻ തന്നെ, എൻ്റെ എക്സ്പാൻഷനാണ്. ഉള്ളിലോട്ട് നോക്കി നോക്കൂ. അതായത് പുറത്തോട്ട് നോക്കുന്നതിന് പകരം ഉള്ളിലോട്ട് നോക്കി നോക്കൂ. അപ്പം മാത്രമേ ആ വിചാരം വരുള്ളൂ. അതായത് എൻ്റെ ഈ ചൈതന്യത്തിൻ്റെ, എൻ്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തിൻ്റെ ഒരു കുടത്തിന് ഓട്ടയിടുക എന്ന് വിചാരിച്ചോളൂ. ഈ കുടത്തിന് ഓട്ടയിടുകയാണ്. ഒരു കുടം ഇങ്ങനെ നിൽക്കുകയാണ്. ഈ കുടത്തിന് ഒരു 5 ഓട്ട ഇട്ടു. കുടത്തിനുള്ളിലൊരു വിളക്ക് കത്തിച്ചു വെച്ചു. ഈ വിളക്ക് ഈ ഓട്ടയിൽ കൂടി ആ ഓട്ടയുടെ നേരെ ഉള്ളതിനെ മുഴുവൻ പ്രകാശിപ്പിക്കും. ഇല്ലേ? നോക്കിക്കോളൂ. ഇല്ലേ? ഈ ഓട്ടയുടെ നേരെ നിൽക്കുന്ന സാധനങ്ങളെയൊക്കെ ഈ കുടത്തിലുള്ള ഈ വെളിച്ചം പ്രകാശിപ്പിക്കും. നേരെ മറിച്ച് ഈ ഓട്ട ഇതേപോലെയുള്ളൊരു സാധനമാണ് നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത്. അതായത് ഈ ഓട്ട പ്രവർത്തിക്കുന്ന, ഓട്ട അവിടെ അടച്ചു വെച്ചു എന്ന് വിചാരിച്ചോളൂ. പ്രകാശം ഉണ്ടാവും ആ ഭാഗത്തേക്ക്. നമ്മുടെ ശരീരം എന്ന് പറയുന്നതിൻ്റെ പുറത്തോട്ടുള്ള തുറക്കലാണ് ഈ പറയുന്ന 5 ഇന്ദ്രിയങ്ങൾ അല്ലേ? കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ഈ സാധനങ്ങളെ കൊണ്ടാണ് ഈ ഓട്ട. അതാണ് ഈ ഓട്ട. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പുറമെയുള്ള വസ്തുക്കളെ നമ്മളിങ്ങനെ പ്രകാശിക്കുന്നു. എന്നെ പറ്റിയതേ ഇപ്പുറത്ത് നിൽക്കുന്ന ഒരാളിങ്ങനെ ഘോരഘോരം എന്നെ ചീത്ത പറയാം എന്ന് വിചാരിച്ചോളൂ. എനിക്ക് കേൾക്കാനുള്ള കഴിവില്ല, ബധിരയാണ് എന്ന് വിചാരിക്കുമോ? എന്തെങ്കിലും വികാരം എനിക്ക് വരുമോ? വരില്ല. അതാണ് പ്രശ്നം. അതായത് ഈ ഓട്ട പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് എന്ത് വരുന്നത്? നമുക്ക് വികാരം വരുന്നത്. ഈ ഓട്ടയൊന്ന് പ്രവർത്തിക്കാതിരുന്ന് നോക്കൂ. ഈ ഓട്ട എവിടേക്ക് പ്രവർത്തിക്കണം? നമ്മുടെ ഉള്ളിലേക്ക് എത്തണം, വേണ്ടേ? ഉള്ളിലേക്ക് എത്തി മനസ്സ് അതിൽ പ്രവർത്തി തുടങ്ങണം. ഈ ഓട്ടയിലൂടെ ഈ സാധനം എൻ്റെ ഉള്ളിലെത്തി ആ ഉള്ളിലുള്ള മനസ്സ് പ്രവർത്തിച്ച്, അല്ലേ? ഈ മനസ്സ് പ്രവർത്തിച്ച് മനസ്സിൻ്റെ പ്രവൃത്തി കൊണ്ടാണ് ബാക്കിയുള്ള എല്ലാ പ്രവൃത്തി സംഭവിക്കുന്നത്. മറ്റവനോട് ചാടിക്കളിക്കുന്നതും തുള്ളിക്കളിക്കുന്നതും ക്രോധം കൊണ്ട് ഒക്കെ ഈ സാധനം കൊണ്ടല്ലേ? ആലോചിച്ച് നോക്കൂ, സത്യമായിട്ടും ആലോചിച്ച് നോക്കൂ. അങ്ങനെയല്ല ഈ സാധനം അടച്ചു വെച്ചേക്കുക, പ്രവർത്തിക്കുമോ? അതായത് ഇന്ദ്രിയങ്ങളാണ് നമുക്ക് എന്തുണ്ടാക്കുന്നത്? പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഭഗവാൻ പറയാണ്, എത്രയോ തനത്ത് ഉപനിഷത്തും സംഗതികളും ഒക്കെ നമ്മളോട് സംസാരിക്കുന്ന ഒരു വിഷയം എന്താണെന്നറിയോ? ഈ മനസ്സ് എന്ന് പറയുന്ന സാധനത്തെ ഒരാൾ മരിക്കാൻ പോകുന്ന ഒരു ദശ ഒന്ന് എടുത്തു നോക്കൂ. ഒരാൾ മരിക്കാൻ പോവുകയാണ്. മരിക്കാൻ പോകുന്ന അവസ്ഥയിൽ
അയാളുടെ ഒരു മാനസിക വ്യാപാരങ്ങളെ ഒന്ന് വിലയിരുത്തി നോക്കൂ, മനസ്സിലാവും. ഞാൻ ഈ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവും. അതായത് മരണസമയത്ത് മരിക്കാൻ പോകുമ്പോൾ ആദ്യം എന്താ സംഭവിക്കുന്നുണ്ടാവുക? കുറച്ച് പേരെങ്കിലും ഒരു മരണത്തെ കണ്ടിട്ടുണ്ടാവാം. ഈ മരണം കാണുന്നവർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ഉദ്ദാലകനും ശ്വേതകേതുവും തമ്മിലുള്ള ഒരു ഡിസ്കഷൻ ഉണ്ട്, നമ്മുടെ ഉപനിഷത്ത് പറയുന്ന ഒരു ഡിസ്കഷൻ. അതിനകത്ത് തത്വമസി എന്ന വാക്യത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് 8ാമത്തെ പ്രാവശ്യം തത്വമസി ഉപദേശിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം അവിടെ നമുക്ക് വളരെ പ്രസക്തമായിട്ട് എനിക്ക് തോന്നുന്നു. അതായത് മരണത്തിലും മോക്ഷത്തിലും പ്രളയത്തിലും എവിടെയാണ് ഈ സാധനങ്ങളൊക്കെ പോയി മറയുന്നത്? നമ്മളിങ്ങനെ ജീവിച്ചിരിക്കുകയാണ്, നമ്മളിങ്ങനെ നോർമലായിട്ടിരിക്കുകയാണ്, സാധാരണ മനുഷ്യരായിട്ട്. ഇത്രയും ആളുകളെ വ്യത്യസ്തരായിട്ട് ഞാനിവിടെ ഇങ്ങനെ കാണുന്നു. മരണസമയം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ കാഴ്ച എനിക്ക് ഇതേപോലെ അനുഭവപ്പെടില്ല. അത് നിരീക്ഷിച്ചാൽ മനസ്സിലാവും. അതായത് മരണസമയത്ത് എങ്ങനെയാണ്, അതായത് ഈ കാണുന്ന അനുഭവങ്ങളൊക്കെ എവിടെ പോയി മറയുന്നു എന്ന് ഇദ്ദേഹം ജഡദൃശ്യങ്ങൾ എവിടെയാണ് ലയിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവ ഇല്ലാതാകുന്നത്? അപ്പം അച്ഛൻ പറയാണ്, ഒരാൾ മരിക്കാൻ കിടക്കുന്നു, ബന്ധുക്കളൊക്കെ അങ്ങനെ ചുറ്റും ഇരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഓരോരുത്തരും വന്ന് എന്നെ അറിയോ അല്ലേ ചോദിക്കും അയാളോട്, എന്നെ അറിയോ? എന്താ കാര്യം? അറിയാനുള്ള കഴിവ് അയാൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? പരിശോധനയാണ് അല്ലേ. അപ്പോൾ അയാൾ എന്തെങ്കിലും കുറച്ച് വാക്കുകളൊക്കെ പറയും. മരണത്തിൻ്റെ മുമ്പേയുള്ള കാര്യമാണ് ഞാൻ പറയണത്. കുറച്ച് വാക്കുകളൊക്കെ പറയും. ഞാൻ ഇന്ന ആളാണ്, എനിക്കറിയാം എന്നൊക്കെ പറയും. ചിലരെ കണ്ടാൽ ഇങ്ങനെ പരിചയപ്പെടുത്തും. അപ്പോഴൊക്കെ മരിക്കാൻ കിടക്കുന്ന ആൾക്ക് ചെറുതായിട്ടൊക്കെ സംസാരം വരും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴോ ഈ സംസാരം അങ്ങോട്ട് അവസാനിക്കും. എവിടെ പോയി അയാളുടെ വാക്ക്? ഉപനിഷത്ത് പറയും, വാങ്മേ മനസ്സി പ്രതിഷ്ഠിതം. വാക്ക് എവിടെ പോയി ലയിച്ചു? മനസ്സിനകത്തേക്ക് പോയി ലയിച്ചു. അയാളുടെ വാക്ക് ഇല്ലാതെയായിരിക്കുന്നു, വാക്ക് മനസ്സിലേക്ക് പോയി ലയിച്ചിരിക്കുന്നു. ഇങ്ങനെ ഈ വാക്കുകളൊക്കെ വരുന്നത് അപ്പോൾ ഇവിടെ നിന്നാണ്? സ്വാഭാവികമായിട്ട് പുറത്തേക്ക് നമ്മൾ പ്രയോഗിക്കുന്ന കഠോരങ്ങളും സ്നേഹമസൃണങ്ങളും ഒക്കെയായ വാക്കുകൾ എവിടെ നിന്ന് വരുന്നു? മനസ്സിൽ നിന്ന് വരുന്നു. 100% ഉറപ്പാണ്. കാരണം ഈ വാക്ക് പോയി ലയിക്കുന്നത് മനസ്സിനകത്തേക്കാണ് എന്നുള്ളത് കൊണ്ട്. അപ്പം അതുകൊണ്ട് വാങ് മനസ്സി സമ്പദ്യതേ എന്ന് ഉപനിഷത്ത് പറയും. തന്നെയല്ല, വാക്ക് കുറേ കഴിഞ്ഞ് കുറച്ച് സമയം കൊണ്ട് കഴിഞ്ഞു ഇയാളുടെ വീണ്ടും അവസ്ഥയാണ്. ഈ മനസ്സും എന്താവും? പ്രവർത്തിക്കാതെയാവും. മനസ്സില്ലാണ്ടാവുമ്പോൾ എന്താവും? ചിന്തകളില്ലാണ്ടാവും. അപ്പം മനസ്സെവിടെ പോയി? മനസ്സില്ല, പക്ഷേ എന്തുണ്ട്? പ്രാണനുണ്ട് അയാൾക്ക്. മനസ്സും ഇല്ലാണ്ടായി. മനസ്സെന്തായിപ്പോയി? മനസ്സ് പോയിട്ട് പ്രാണനിൽ ലയിച്ചു. മനസ്സ് പോയിട്ട് പ്രാണനിൽ ലയിക്കുന്നു. ഇത് ഉപനിഷത്ത് വളരെ കൃത്യമായ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രഖ്യാപിക്കുന്ന സത്യങ്ങളാണ്. അപ്പം മനസ്സ് പോയിട്ട് എന്ത് ചെയ്തു? പ്രാണനിൽ ലയിച്ചു. ഇപ്പം ശ്വാസോച്ഛ്വാസമുണ്ട്, പക്ഷെ അതെന്തല്ല? സ്പഷ്ടമല്ല. മനസ്സ് പ്രാണനിൽ ലയിച്ചു. അപ്പം നമ്മുടെയൊക്കെ മരണത്തിലും ഉറക്കത്തിലും ഒക്കെയുള്ള ശരീരഘടകങ്ങളുടെ ലയം, ഇതാണ് ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത്. അപ്പം മനസ്സ് പ്രാണനിൽ ലയിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ എന്താവും? പ്രാണൻ ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. പകുതി ഉണ്ടാവും, വല്ലപ്പോഴും ഒക്കെ ശ്വസിക്കുന്ന കാണാം. കുറച്ച് കഴിഞ്ഞാൽ ഈ ശ്വാസവും മെല്ലെ 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 ലയിക്കും. അപ്പം ജീവൻ ഉള്ളതുപോലെ തോന്നും നമുക്ക്. പക്ഷേ ജീവനുണ്ടോ ഇല്ലയോ, മരിച്ചോ എന്ന് എങ്ങനെയാണ് അറിയുക? ശ്വാസോച്ഛ്വാസം ഇല്ല, പക്ഷെ എന്തില്ല? മരിച്ചില്ല. ശ്വാസോച്ഛ്വാസം നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷേ അയാൾ മരിച്ചിട്ടില്ല. അങ്ങനെ ഒരു അവസ്ഥാവിശേഷമുണ്ട്. ഏത് മനുഷ്യനും ഈ അവസ്ഥയിലൂടെ തന്നെയാണ് പോകുന്നത്. പക്ഷേ എന്താ? ശരീരത്തിന് ചൂടുണ്ട് അല്ലേ? കുറച്ച് നേരമൊക്കെ ചൂട് നിൽക്കും നമ്മൾ പറയും. എങ്ങനെ ഈ ചൂട് നിൽക്കുന്നത്? കുറച്ച് നേരമൊക്കെ ചൂടുണ്ട് അല്ലേ? ഈ ചൂട് ശരീരത്തെ ചിലയിടത്തൊക്കെ തൊട്ട് നോക്കിയാൽ നമുക്ക് ചൂടുണ്ട്. അപ്പം മരിച്ചിട്ടില്ല. അപ്പം പ്രാണൻ എന്ത് ചെയ്യുന്നു? തേജസ്സിൽ ലയിക്കുന്നു. ശരീരത്തിനൊരു ചൂടില്ലേ, അതാണ് തേജസ് എന്ന് പറയുന്നത്. പ്രാണൻ പോയിട്ട് തേജസ്സിൽ ലയിക്കുന്നു. ഈ പ്രാണസ്തേജസി, തേജസ് എന്ന് പറയുന്നത് എന്താണ്? ജീവനാണ്. ഞാൻ എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ജീവനെയാണ് എന്ത് പറയുന്നത്? തേജസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രാണൻ പോയിട്ട് തേജസ്സിൽ ലയിക്കുന്നു. പിന്നെ എന്തു ചെയ്യും? അപ്പോൾ അത് തേജോരൂപമാണ്, അതിൽ പ്രാണൻ ലയിക്കുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ എന്തു ചെയ്യും? ഈ തേജസ്സും ഇല്ല.
തേജസ്സും ഇല്ലാതെയാകും. തേജഃ എന്തായി? പരസ്യാം ദേവതായാം. തേജസ് എന്ത് ചെയ്തു? പരബ്രഹ്മത്തിൽ പോയി ലയിക്കുന്നു. ഈ പരബ്രഹ്മമാണ്, അതായത് ഉള്ളിൽ കത്തിച്ചു വെച്ച ഈ വിളക്ക് ഇല്ല എങ്കിൽ ഈ ഓട്ടയിൽ കൂടെ പ്രകാശം വരില്ല എന്ന് പറയുന്നത് പോലെ ഉള്ളിലുള്ള ഈ ആത്മസ്വരൂപം ഇല്ല എങ്കിൽ നമ്മളുടെ പുറത്തേക്ക് കേൾക്കുന്ന ഇന്ദ്രിയങ്ങൾക്കൊന്നും ഇന്ദ്രിയങ്ങളായിട്ട് പ്രവർത്തിക്കാനുള്ള ശേഷി ഉണ്ടായിരിക്കില്ല. അതിനെ അവിടെ തടഞ്ഞു വയ്ക്കുന്നു. അതായത് ഇത് നമുക്ക് ഞാൻ ഈ പറയുന്ന അപ്പം ആദ്യം എന്താ സംഭവിക്കുന്നത്? വാക്ക് മനസ്സിൽ പോയിലേക്കും, അല്ലേ? മനസ്സ് പോയിട്ട് പ്രാണനിലേക്കും, പ്രാണൻ പോയിട്ട് തേജസ്സിലേക്കും, തേജസ് പോയിട്ട് പരമാത്മാവിലേക്കും. ഇത് നേരെ തിരിച്ചു നോക്കൂ. ഇത് തന്നെയാണ് ജീവൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ അനുഭവിക്കുന്ന നാം എന്ന് പറയുന്ന ഈ സ്വരൂപം ഇതിൻ്റെ നേരെ തിരിച്ചുള്ള പ്രോസസ്സാണ്. അതായത് ഒരു കുട്ടി ജനിക്കുമ്പോൾ, അല്ലേ, കുട്ടി ജനിക്കുമ്പോൾ നേരെ തിരിച്ച് സങ്കല്പിച്ച് നോക്കൂ. അയാൾക്ക് ആദ്യം എന്തുണ്ടാവും? പരമാത്മാവ് അവിടെ ഉണ്ടാവും. ഈ പരമാത്മാവിൽ നിന്ന് എന്തുണ്ടാകുന്നു? തേജസ് ഉണ്ടാകുന്നു. തേജസ്സിൽ നിന്ന് എന്തുണ്ടാകുന്നു? എഴുത്തച്ഛൻ്റെ രാമായണം എടുത്തു നോക്കിയിട്ട് ഈ സാധനത്തിൻ്റെ ആ പ്രക്രിയ ഒന്ന് വായിച്ചാൽ മനസ്സിലാവും. തേജസ്സിൽ നിന്ന് എന്തുണ്ടാകുന്നു? പ്രാണൻ ഉണ്ടാകുന്നു. പ്രാണനിൽ നിന്ന് പ്രാണൻ വയ്ക്കുമ്പോൾ അതിനെന്തുണ്ടാകുന്നു? മെല്ലെ 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 മനസ്സുണ്ടാകുന്നു. മനസ്സിൽ നിന്ന് വാക്കുകൾ പുറപ്പെടും. ഇങ്ങനെ ഈ റിവേഴ്സ് പ്രോസസ്സ് അതാണ് ജനനത്തിൽ സംഭവിക്കുന്നത്. ജനനത്തിൽ സംഭവിക്കുന്നതിൻ്റെ നേരെ റിവേഴ്സാണ് മരണത്തിൽ ഒരാൾക്ക് സംഭവിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? പരമാത്മാവിൽ നിന്നാണ്. അവസാനിക്കുന്നത് എവിടെ നിന്നാണ്? പരമാത്മാവിൽ നിന്നാണ്. അതുകൊണ്ട് ബാക്കിയുള്ള സംഗതികൾ ഇല്ലാതെയാകും. അതായത് മനസ്സ് എന്ന് പറയുന്നതിൻ്റെ പ്രവൃത്തി ഈ പറയുന്ന സാധനങ്ങളെ കൊണ്ടൊക്കെയാണ് എങ്കിൽ ആദ്യം നമ്മൾ നിയന്ത്രിക്കേണ്ടത് സാധനം എന്താ? അല്ലേ? പ്രാണനും തേജസ്സും പ്രാണനും ഒക്കെ അവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞ് മുന്നോട്ട് വന്നാൽ മനസ്സ് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോഴാണ് കാലുഷ്യം ആരംഭിക്കുന്നത്. ഈ കാലുഷ്യം ഇല്ലാതെയാകണം എങ്കിൽ മനസ്സിനെ നിയന്ത്രിക്കണം. അതായത് നല്ല ചിന്തകൾ, നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം? അതായത് ഒരാൾ നമ്മളോട് ഈ യോഗിയെ സംബന്ധിച്ച്, ഏതൊരു ആത്മജ്ഞാനിയെ സംബന്ധിച്ച്, ആത്മജ്ഞാനം നേടിയിട്ടുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആരയാളുടെ നേരെ കോപിച്ചു വന്നാലും അയാൾ കാണുന്നത് ആ കോപിച്ചു വരുന്ന സത്വത്തെയല്ല, മറിച്ച് അതിനുള്ളിലുള്ള ചൈതന്യ വിശേഷത്തെയാണ്. ഈ കോപിച്ചു വരുന്നവനെ പോയി ഇങ്ങോട്ട് കെട്ടിപ്പിടിച്ചാലോ അവൻ്റെ കോപം അവിടെ നിൽക്കും. ഭാര്യയും ഭർത്താവും തമ്മിൽ അടികൂടുമ്പോൾ നോക്കിക്കോളൂ, ഒരാളിങ്ങനെ കോപിച്ച് വന്നു, മറ്റേയാൾ നേരെ ഓപ്പോസിറ്റായിട്ട് റിലാക്ട് ചെയ്ത് നോക്കൂ, അത് അവിടെ നിൽക്കും. ആ കോപം അവിടെ അവസാനിക്കും. അപ്പം അതുകൊണ്ട് ഈ സാധനമൊക്കെ നമ്മുടെ കയ്യിലാണ് നമ്മുടെ സുഖദുഃഖാദ്യ അനുഭവങ്ങളുടെ താക്കോലിരിക്കുന്നത്. അതുകൊണ്ടാണ് എന്ത് പറയണത്? എന്താണ്? ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മനാം. നമ്മൾ തന്നെയാണ് നമ്മുടെ ബന്ധുവും നമ്മുടെ ശത്രു. ഈ സാധനം നിയന്ത്രിക്കാൻ ലോകത്ത് ഏത് മഹാനുഭാവന കല്യാണം കഴിച്ചാലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരു ലഹള ഉണ്ടാവാത്ത ഒരു കുടുംബം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എവിടെ ഉണ്ടാവും? എവിടെയും കുറച്ചൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ. കാരണം എന്താ? രണ്ട് വ്യക്തികളാണ്, രണ്ട് ഗുണവിശേഷങ്ങളാണ്, രണ്ട് സാഹചര്യങ്ങളാണ്. പക്ഷെ അവിടെ നമ്മൾ എങ്ങനെയാണ് ജീവിച്ചു പോകുന്നത്? ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തെ ഡൈവേഴ്സിന് പോവുകയാണോ? അങ്ങനെ ആരും ചെയ്യാറില്ല. തിതിക്ഷ എന്ന് പറയുന്നത് അഭ്യസിക്കാൻ വേണ്ടിയാണ് എന്തുള്ളത്? ജീവിതമുള്ളത്. തിതിക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം. അതായത് നമുക്ക് ദുഃഖങ്ങളായിട്ട് തോന്നുന്നതിനെ പ്രതികാര ബുദ്ധിയില്ലാതെ സഹിക്കാൻ സാധിക്കുന്നത് എപ്പോഴാണോ അന്ന് മുതൽ ആധ്യാത്മിക സംസ്കാരം നമ്മുടെ ഉള്ളിൽ ഉണരുന്നു എന്നാണ്. ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത്, ഞാൻ കഴിഞ്ഞ ദിവസം ഞെട്ടി, സത്യമായിട്ടും ഞാൻ പറഞ്ഞു, നിങ്ങൾക്കൊക്കെ പരിചിതമായിരിക്കാം അയാളുടെ ഒരു വല്ലാത്ത അവസ്ഥയിൽ അയാളിങ്ങനെ ഒരു ആക്സിഡൻ്റൊക്കെ പറ്റി കിടക്കുമ്പോൾ, നമുക്കൊക്കെ ഒരു ആക്സിഡൻറ്റ് പറ്റി ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായാൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കും? ആലോചിച്ച് നോക്കൂ. അതായത് അങ്ങനെ നമുക്ക് പോയതൊക്കെ അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിക്കാൻ സാധിക്കണമെങ്കിൽ എന്ത് വേണം? നാലാമത്തെ ശക്തി ഉണരണം. അതെന്താണ്? ആത്മബലമാണ്. അതായത് രാഷ്ട്രീയ ബലത്തിനും ധനബലത്തിനും ശാരീരികമായ ബലത്തിനും ഒക്കെ അപ്പുറത്ത് നാലാമതൊരു ബലമുണ്ട്. അതിന് പറയുന്ന പേരാണ് ആത്മബലം.
ഈ ആത്മബലമുള്ളവന് മാത്രമേ ഏത് സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ആത്മബലത്തെ ഉണർത്തുക എന്നുള്ളതാണ് ഈ പറയുന്ന സത്സംഗങ്ങളുടെയും ഈ ഭാഗവതം വായിക്കുന്നതിൻ്റെയും ഒക്കെ ആത്യന്തികമായ ഫലം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഇവിടെ പറയുന്നതാണ്, കുതർക്കങ്ങൾ, ഈ മാതിരിയുള്ള പ്രമാണങ്ങൾ, ഇതൊക്കെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചുകൊണ്ട് നമ്മൾ എന്തു ചെയ്യുന്നു, ഈ പരസ്പരം ശാസ്ത്ര ചർച്ച ചെയ്തുകൊണ്ട് ഇതിനെയൊന്നും ഹൃദയത്തിലേക്ക് ആവാഹിക്കാതെ വെറുതെ ഇങ്ങനെ പുറമെ മാത്രം നിന്ന് കുതർക്കങ്ങളെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് അങ്ങനെയൊരു ബുദ്ധി നേടിയത് കൊണ്ട് കാര്യമില്ല. അങ്ങനെയുള്ളവൻ ആരെ അറിയുന്നില്ല, ശരിയായി അവനവൻ്റെ അന്തഃകരണത്തിലിരിക്കുന്ന ഈശ്വര ചൈതന്യത്തെ മനസ്സിലാക്കുന്നില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ താത്പര്യം. ഒന്നുകൂടി പറയാം. നഹി വിരോധ ഉഭയം ഭഗവത്യപരിഗണിത ഗുണഗണേ ഈശ്വരേ അനവഗാഹ്യമാഹാത്മേ അർവാചീന വികൽപ്പ വിതർക്ക വിചാര പ്രമാണാഭാസ കുതർക്കശാസ്ത്രകലില അന്തഃകരണാശ്രയ ദുരവഗ്രഹവാദിനാം വിവാദാനവസര ഉപരത സമസ്തമായാമയേ കേവലേ ഏവ ആത്മമായാമന്തർധായ കോന്വർത്ഥോ ദുർഘടൈവ ഭവതി സ്വരൂപദ്വയാഭാവ. രണ്ട് സ്വരൂപങ്ങളില്ല ഒരാൾക്ക്. രണ്ട് സ്വരൂപങ്ങൾ ഈ ലോകത്ത് നിലവിലില്ല. ഭാഗവതം തന്നെ പറയും, ഘം വായും അഗ്നിം സലിലം മഹീഞ്ച ജ്യോതിംഷി സത്വാനി ദിശോ ദ്രുമാദീൻ സരിത് സമുദ്രാംശ്ച ഹരേ ശരീരം യത്കിഞ്ച ഭൂതം പ്രണമേദനന്യഃ. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഘം എന്ന് പറഞ്ഞ ആകാശത്തെ, വായുവിനെ, അഗ്നിയെ, അല്ലേ? ഖം വായും അഗ്നിം സലിലം, അതായത് വെള്ളത്തെ, മഹീംച ഈ ഭൂമിയെ, പിന്നെയോ ജ്യോതിംഷി ആകാശത്തുള്ള ഗ്രഹങ്ങളെ, സത്വാനി വിവിധതരം ജീവികളെ, ദിശോ ദ്രുമാദീൻ ദിക്കുകളെ, മരങ്ങളെ ഒക്കെ, സരിത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ നദി, സമുദ്രം, സമുദ്രാംശ, ഇവയൊക്കെ എന്താണ്? ഹരേ ശരീരം. ഇതൊക്കെ ആരാണ്? ഹരിയുടെ ശരീരമാണ് എന്ന് വിചാരിക്കുന്നവന് ഒരിക്കലും വെള്ളത്തിൽ പോയിട്ട് തുപ്പാൻ സാധിക്കില്ല, വെള്ളത്തിൽ പോയിട്ട് മൂത്രമൊഴിക്കാൻ സാധിക്കില്ല. നമ്മളുടെ എന്താ പറയുക, പഴയ ആൾക്കാർ പറയും അമ്പലക്കുളത്തിൽ തുപ്പരുത്. എന്താ കാരണം? ഇതാണ് അശുദ്ധമായിട്ട് സൂക്ഷിക്കണം. അതായത് വെള്ളം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ എല്ലാ മനുഷ്യൻ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ള ആശ്രയമായിട്ടുള്ള സാധനമാണ്. അതിനെ നമ്മുടേതായ കുത്സിതമായ പ്രവൃത്തികളെ കൊണ്ട് നശിപ്പിച്ചാൽ എന്താ ഉണ്ടാവുക? ഈ ലോകത്തിന് തന്നെ അത് നഷ്ടപ്പെടും. അപ്പോൾ അതൊക്കെ എന്താണ്? ഹരേ ശരീരം. അപ്പോൾ ഇന്നത്തെ കാലത്തെ കുട്ടികൾ ചോദിച്ചു, ആരാണ് ഈ ഹരി? ഇതൊക്കെ ഉള്ളതാണോ? പിന്നെ എന്താ ഇപ്പോൾ തുപ്പിയാൽ കുഴപ്പം? അതാണ് നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ നദികളും എല്ലാ സാധനങ്ങളും, ഇത്രയേറെ കടലടക്കം, അല്ലേ? മീനിൻ്റെ വയറ്റിൽ നിന്ന് എന്താ കിട്ടിയത് കഴിഞ്ഞ ദിവസം? ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്രയോ ടൺ കണക്കിന് ഈ പ്ലാസ്റ്റിക്. ഇങ്ങനെയാണ് അങ്ങനെ വരുന്നത്. അതായത് മനുഷ്യന് ഈ ലോകത്തോടുള്ള തൻ്റെ ഉത്തരവാദിത്വത്തെ മറന്നുപോയിരിക്കുന്നു. മനുഷ്യൻ മറന്നിരിക്കുന്നു. അതുകൊണ്ട് എന്താ ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ, ചുറ്റുപാടുകൾ മുഴുവൻ, പ്രകൃതി മുഴുവൻ നശിച്ചുകൊണ്ടേയിരിക്കും സ്ഥിരമായിട്ട്. അപ്പം അതുകൊണ്ട് ഇത് പറയുന്നത് എന്താണ്? രണ്ടാമതൊന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് പറഞ്ഞത്, ഘം വായും അഗ്നിം സലിലം മഹീംച ജ്യോതിംഷി സത്വാനി ദിശോ ദ്രുമാദീൻ സരിത് സമുദ്രാംശ്ച ഹരേ ശരീരം യത്കിഞ്ച ഭൂതം പ്രണമേദനന്യഃ. മറ്റൊരാളല്ലാതെ ഇതിനെയൊക്കെ പ്രണമിക്കണം. അങ്ങനെയുള്ളവന് മാത്രമേ ലോകത്ത് സമാധാനം ഉണ്ടാവുള്ളൂ. പ്രഹ്ലാദൻ്റെ അടുത്തേക്ക് ചാടി വന്നു ഹിരണ്യകശിപു, അല്ലേ? പ്രഹ്ലാദനെ സംരക്ഷിക്കേണ്ടതായിരുന്നു. അതിന് പകരം എന്ത് ചെയ്തു? സ്വന്തം അച്ഛനല്ലേ ചാടി വന്നപ്പോൾ എന്തുണ്ടായി? ഹരേ ക്വാസൗ സകല ജഗദാത്മാ ഹരിരിതി പ്രഭിന്ദേ സ്മസ്തംഭം ചലിതകരവാളോദിതി സുത തതഃ പശ്ചാത് വിഷ്ണോ നഹി വദിതുമീശോസ്മി സഹസാ കൃപാത്മൻ വിശ്വാത്മൻ പരമപുരവാസിൻ മൃഡയമാം എന്നാണ്. പിന്നെ എന്താ സംഭവിച്ചതെന്നൊന്നും പറയാൻ എനിക്ക് വയ്യേ ഭഗവാനെ. കാരണം എന്താ? എവിടെ അധർമ്മം നിലനിൽക്കുന്നുവോ അവിടെ ആരുണ്ടാവും? ഞാൻ അവതരിക്കും എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അധർമ്മത്തിൻ്റെ ഒരു കൂത്തരങ്ങ് എവിടെയെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അവിടെ സത്യം എന്ന് പറയുന്ന ഒരു ആത്മബോധം, ബോധവസ്തു,
മറനീക്കി പുറത്തു വരും. പുറത്തു വരികയും അതിനെ സംരക്ഷിക്കേണ്ടത് ഈ പ്രകൃതിയുടെ കർത്തവ്യമായിട്ടത് ഏറ്റെടുക്കുകയും ചെയ്യും. യഥാ യഥാ ഹി ധർമ്മസ്യ അല്ലേ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തത് ആത്മാനം സൃജാമ്യഹം. ഞാൻ തന്നെ പുറത്തേക്ക് വരും, അതിൽ നിന്ന് ഞാൻ എന്തായാലും ഉയർത്തെഴുന്നേറ്റ് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും മനുഷ്യൻ ഇതുകൊണ്ട് എന്താ ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചാൽ അനന്തര ജീവിതത്തിൻ്റെ ക്വാളിഫിക്കേഷനാണ് നമ്മൾ ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രവൃത്തിയിൽ നിന്ന്. നമ്മൾ ആരുടെ മകനായിട്ട് ജനിക്കണം, ആരുടെ മകളായിട്ട് ജനിക്കണം, എവിടെ ജനിക്കണം, നമ്മൾ എന്തനുഭവിക്കണം എന്നൊക്കെ ഉള്ളതിൻ്റെ ക്വാളിഫിക്കേഷനാണ് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും എന്നാലോചിക്കുക. അതുകൊണ്ട് മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് സമസ്ഥിതിയോടുകൂടി ഈശ്വരാരാധനയായിട്ട് അവനവൻ്റെ കർമ്മത്തെ കണ്ടുകൊണ്ട് ജീവിക്കാൻ പഠിക്കുമ്പോൾ എന്താ ഉണ്ടാവുക? ഈ പറയുന്ന സ്വരൂപദ്വയാഭാവം മെല്ലെ 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 നമ്മളിൽ വന്നു തുടങ്ങും. ഇനി അടുത്ത ശ്ലോകം നോക്കൂ. ശ്ലോകമല്ല, സമവിഷമമതീനാം മതമനുസരസി യഥാ രജ്ജുഖണ്ഡഃ സർപ്പധിയാം. സമവിഷമമതീനാം മതമനുസരസി. വായിച്ചു നോക്കൂ. സമവിഷമമതീനാം മതം അനുസരസി യഥാ രജ്ജുഖണ്ഡഃ സർപ്പാദിധിയാം. സമവിഷമമതീനാം മതം അനുസരസി യഥാ രജ്ജുഖണ്ഡഃ സർപ്പാദിധിയാം. അതായത് സമവിഷമമതീനാം, സമവിഷമ ബുദ്ധിയുള്ളവരുടെ മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായത്തെ, സർപ്പാദിധിയാം, സർപ്പാദി ബുദ്ധിയുള്ളവരുടെ മതിയെ ബുദ്ധിയെ, രജ്ജുഖണ്ഡഃ എന്ന് വെച്ചാൽ കയറിൻ്റെ കഷ്ണം, യഥാ രജ്ജുഖണ്ഡഃ, രജ്ജുഖണ്ഡം എന്നതുപോലെ അനുസരസി അങ്ങ് അനുസരിക്കുന്നു. അതായത് യഥാർത്ഥ ബുദ്ധിമാന്മാരുടെ ജ്ഞാനസ്വരൂപത്തിൽ സച്ചിദാനന്ദ ഘനരൂപമായിട്ടും ഭ്രാന്തബുദ്ധികളുടെ ചഞ്ചലമായിട്ടും മനസ്സിൽ ദുഃഖാദി ബുദ്ധികളോട് കൂടിയ ജീവനായിട്ടും അങ്ങ് വിളങ്ങുന്നു. അതായത് നമ്മളെയൊക്കെ സംബന്ധിച്ച്, സാധാരണക്കാരെ സംബന്ധിച്ച് നമ്മളെങ്ങനെയാണ് ഉപാസിക്കുന്നത്? കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ദേവകീ നന്ദനൻ അല്ലേ, എന്തൊക്കെ ദുഃഖങ്ങൾ അനുഭവിച്ചു നമ്മൾ കാണുമ്പോൾ. ജനിച്ചത് മുതൽ അനുഭവിച്ച ദുഃഖാദികളെ ഒന്ന് വിലയിരുത്തി നോക്കൂ. ജീവിക്കാൻ പോലും സമ്മതിക്കാതെ കംസൻ വന്നപ്പോൾ അച്ഛൻ അവിടെ നിന്ന് എടുത്ത് യശോദയുടെ അവിടെ കൊണ്ടിട്ടു. അവിടെ നിന്ന് കുറേ കാലം കട്ടും മുടിച്ചും അല്ലേ ഒക്കെ ഇങ്ങനെ അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് നടന്നു. കക്കുക എന്ന് പറയുന്നതിന് തമാശയായിട്ട് എടുത്താൽ മതി. അതായത് കുട്ടികളുടെ കക്കലൊക്കെ നമുക്ക് എപ്പോഴും തമാശയായിട്ട് തന്നെയാണെന്ന് തോന്നാറ്. കാരണം ഒരു സ്വാഭാവികമായ എന്ത് സാധനം വീട്ടിൽ കൊണ്ടുവച്ചാലും അതൊക്കെ നമ്മളെ മക്കളാണെങ്കിലും കട്ട് തിന്നുന്നത് വളരെ സ്വാഭാവികമാണ് അല്ലേ. കൊണ്ടുവച്ച സാധനമൊക്കെ ഏതെങ്കിലും ഒരാൾ വരുമ്പോൾ കൊടുക്കാൻ വല്ല സാധനവും കൊണ്ടുവച്ചാൽ ഒരു സാധനവും ഒരൊറ്റ ഭരണിയിലും ബാക്കി ഉണ്ടാവുകയില്ല. കുട്ടികളുടെ വീടുകളിലൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ കൃഷ്ണൻ അതിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തു. കാരണം എന്താ? എൻ്റെ വീട് എന്നൊരു ബുദ്ധിയില്ല, ഈ എല്ലാ വീടും എനിക്ക് എൻ്റെ വീടാണ്. അവരും അത് ആസ്വദിച്ചു എന്നുള്ളതാണ് അല്ലേ. ഗോപസ്ത്രീകളും അത് ആസ്വദിച്ചു. അപ്പോൾ അവരെന്ത് ചെയ്തു? അവരുടെ എല്ലാവരുടെയും വീട്ടിൽ പോയിട്ട് കിട്ടുന്നത് മുഴുവൻ കട്ട് ഇങ്ങനെ ഭക്ഷിക്കാൻ തുടങ്ങി. ഈ ഭക്ഷിച്ച സാധനം മുഴുവൻ ഗോപസ്ത്രീകൾ വന്ന് കുറേ കണക്കുവാൻ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നുള്ള മട്ടിൽ ഇങ്ങനെ ഇരിക്കും കുറേ കാലം. ഇതൊക്കെ കഴിഞ്ഞ് അവിടെ ദുഷ്ടനിഗ്രഹങ്ങളും ഒക്കെ നടത്തി അവസാനം കൃഷ്ണൻ എന്ത് ചെയ്തു? നേരെ പോയി യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ അല്ലേ. നമുക്കൊക്കെ അച്ഛനമ്മമാരെ പിരിഞ്ഞു പോകുമ്പോൾ മക്കൾ നമ്മളുടെ അടുത്തുനിന്ന് പോകുമ്പോൾ എന്തൊരു ബുദ്ധിമുട്ടാണ് അല്ലേ. കാരണം എന്താ? എൻ്റെ മകൻ നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നു. ഈ എൻ്റെ മകൻ എപ്പോഴും അല്ലാണ്ടാവുക നമുക്കറിയാൻ പറ്റില്ല. എൻ്റെ മകൻ എൻ്റേത് എന്നുള്ളൊരു ബുദ്ധി അവിടെ വരുന്നതോടു കൂടിയാണ് ലോകത്ത് എത്രയോ ആളുകൾ ഒരു ദിവസം മരിക്കുന്നു ഇല്ലേ, മരിക്കുന്നില്ലേ? പേപ്പർ ഒന്ന് എടുത്തു നോക്കൂ. നമുക്ക് ആരെങ്കിലും ദുഃഖം വരാറുണ്ട്? എന്തുകൊണ്ടാണ് വരാത്തത്? എൻ്റേത് എന്ന ബുദ്ധി അതിലില്ല. ദുഃഖം വരുന്നത് എപ്പോഴാണ്? എൻ്റേത് എന്ന ബുദ്ധി ഉണ്ടാകുമ്പോഴാണ് ദുഃഖം വരുന്നത്. അപ്പോൾ ഭാഗവതം ഒരുപാട് സ്ഥലത്ത് ആവർത്തിച്ച് ചോദിക്കുന്നു, എൻ്റേത് എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന ഈ സാധനം ഇതും കൊണ്ട് നിങ്ങൾ മരിക്കുന്ന സമയത്ത് പോവോ? എന്തെങ്കിലും ഒരു സാധനം
മരിക്കുന്ന സമയത്ത്. തന്നെയല്ല, ഈ മരിച്ചുപോയ മകനെപ്പറ്റി വേവലാതിപ്പെട്ട ഒരു രാജാവ്, ഭാഗവതത്തിൽ തന്നെ കാണാം, വേവലാതിപ്പെട്ട ഒരു രാജാവിനെയും കൂട്ടി നാരദൻ എവിടെ ചെന്നു? ഇവൻ്റെ ആത്മാവിൻ്റെ അടുത്തേക്ക് ചെന്നു, അവനെ കാണാൻ ചെന്നു. ഈ മകനെ അങ്ങോട്ട് കണ്ടപ്പോഴത്തേക്ക് അച്ഛന് അടക്കാൻ പറ്റാത്ത വികാരമാണ്. അപ്പം ഈ മകൻ അയ്യോ മോനേന്ന് വിളിച്ചിട്ട് അങ്ങോട്ട് മകൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ മകൻ എന്ത് പറഞ്ഞു? നിങ്ങളെൻ്റെ എത്രാമത്തെ അച്ഛനാണ്? ഏത് ജന്മത്തിലെ അച്ഛനാണ്? ഈ ആത്മസ്വരൂപത്തോട് ഇതൊക്കെ പോയിരിക്കും. ആത്മസ്വരൂപത്തിന് എന്തില്ല? ബന്ധമില്ല. ആത്മസ്വരൂപത്തെ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് മനുഷ്യന് ദുഃഖത്തിൽ നിന്ന് വിടുതൽ വരുന്നത്. സത്യസന്ധമായ അതാണ് വിഷയം. ആത്മസ്വരൂപത്തെ അവനവൻ്റെ ഉള്ളിലുള്ള ഈ സാധനത്തെയൊക്കെ പ്രവർത്തിപ്പിക്കുന്ന എന്തോ ഒരു ചൈതന്യ വിശേഷം നമ്മുടെ ഉള്ളിലിരിക്കുന്നു. ആ ആത്മസ്വരൂപത്തെ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? മനോവിഷമം ഇല്ലാതെ ഇരിക്കുന്നത്. നമ്മൾ മുമ്പേ പറഞ്ഞു അല്ലേ, എന്താണ്? നാഹം മനുഷ്യോ പറഞ്ഞില്ലേ ഞാൻ? നച ദേവയക്ഷോ അല്ലേ പറഞ്ഞില്ലേ? ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്ര. മിണ്ടാതിരിക്കുന്ന ഈ പയ്യൻ്റെ അടുത്ത് പോയിട്ട് നീ ആരാണ് കുട്ടി എന്ന് ചോദിച്ചപ്പോൾ ഒരു അച്ഛനും അമ്മയ്ക്കും വലിയ വിഷമം. അവൻ സംസാരിക്കുന്നില്ലല്ലോ, എൻ്റെ മകൻ സംസാരിക്കുന്നില്ല. ആചാര്യസ്വാമികളുടെ അടുത്ത് പോയി പറഞ്ഞു, എൻ്റെ മകൻ മിണ്ടുന്നില്ല. ആചാര്യസ്വാമി ഒന്ന് ചെന്ന് സംസാരിക്കും അവനോട്. എന്തിനാ? അവന് ശബ്ദം കിട്ടട്ടെ. നമ്മളൊക്കെ ഇവിടെ സംസാരിച്ച് വാസനാബലം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ സംസാരം നമുക്ക് വാസനാബലം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഈ കുട്ടി മിണ്ടുന്നില്ല. എന്താ? പുതിയൊരു വാസന ഉണ്ടാക്കാനത് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ആചാര്യസ്വാമികൾ ഈ കുട്ടിയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, കസ്ത്വം ശിശോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പേ അല്ലേ, ഓർമ്മയുണ്ടോയെന്ന് അറിഞ്ഞൂടാ. കസ്ത്വം ശിശോ കസ്യ കുതോസി ഗന്ത കിം നാമതേ ത്വം കുത ആഗതോസി. കസ്ത്വം ശിശോ, നീ ആരാണ് കുഞ്ഞേ? കസ്യ കുതോസി, നീ ആരുടെ മകനാണ്? നീ എവിടേക്കാണ് പോകുന്നത്? കുതോസി ഗന്ത കിം നാമതേ ത്വം, നിൻ്റെ പേരെന്താണ്? കുത ആഗതോസി, നീ എവിടെ നിന്നാണ് വരുന്നത്? ഇങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പം കുട്ടി ഉത്തരം പറയണത് എന്താ? നാഹം മനുഷ്യോ. അങ്ങനെ നമ്മളാരെയും പറയൂ? നാഹം മനുഷ്യോ, ഞാൻ മനുഷ്യനല്ല. നച ദേവയക്ഷോ, ഞാൻ ദേവനല്ല, ഞാൻ യക്ഷനല്ല. ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രാഹ, ഞാൻ ബ്രാഹ്മണനല്ല, ക്ഷത്രിയനല്ല, വൈശ്യനല്ല, ശൂദ്രനല്ല. ന ബ്രഹ്മചാരി ന ഗൃഹീവനസ്ഥ, ഞാൻ ബ്രഹ്മചാരിയല്ല, ഞാൻ വനത്തിൽ താമസിക്കുന്നവനല്ല, ഞാൻ ഗൃഹത്തിൽ താമസിക്കുന്നവനുമല്ല. ഭിക്ഷുർന്ന ചാഹം, ഞാൻ ഭിക്ഷുവല്ല. പിന്നെ ഞാൻ ആരാണ്? നിജബോധരൂപ, ആനന്ദഘനീഭൂതമായ ബോധമാണ് ഞാൻ. ആനന്ദഘനീഭൂതമായ ബോധസ്വരൂപമാണ് ഞാൻ. എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ പറ്റുന്നത്? അതായത് ലോകത്തുള്ള സകല സാധനങ്ങളെയും അങ്ങോട്ട് നിരസിച്ചുകൊണ്ട് ആത്മസ്വരൂപമായിട്ട് വർത്തിക്കുന്ന ഈ ശിശു മറ്റുള്ളതിനെയൊക്കെ എന്തിനെ കാണുന്നു? മനുഷ്യൻ, ദേവൻ, യക്ഷൻ, മൃഗം, പക്ഷി, വൃക്ഷം, ലതാദികൾ, ഈ മാതിരി സാധനങ്ങളെയൊക്കെ വെവ്വേറെ കാണുന്നത് മുഴുവൻ എന്തിൻ്റെ സ്വഭാവമാണ്? ശരീരത്തിൻ്റെ സ്വഭാവമാണ് അല്ലേ? കാരണം എന്താ? ഈ ജഡവസ്തുക്കളുടെ പ്രത്യേകത എന്താണ്? ജഡവസ്തുവിന് അവനവനെയും തിരിച്ചറിയാൻ സാധിക്കില്ല അല്ലേ? അവനവനെ തിരിച്ചറിയാൻ സാധിക്കാത്തവനെങ്ങനെയാണ് മറ്റുള്ളവൻ തിരിച്ചറിയാൻ സാധിക്കുക അല്ലേ? നമുക്കുള്ള സവിശേഷത എന്താണ്? ആത്മസ്വരൂപത്തെ ആത്മാവിനെ തിരിച്ചറിയാനുള്ള വൈഭവം നമുക്കുണ്ട്, നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നേരെ മറിച്ച് ജഡവസ്തുവിന്, ഈ കല്ല്, ഇപ്പോൾ മൊബൈൽ, ഈ സാധനത്തിന് ഇതിനെ തിരിച്ചറിയാനുള്ള കഴിവുണ്ടോ? നമുക്കുള്ളതുപോലെ ഇതിനെ തിരിച്ചറിയാനുള്ള കഴിവില്ല. പിന്നെ മറ്റൊന്നിനെ മനസ്സിലാക്കാൻ പറ്റുമോ? അതായത് ജഡമല്ലാത്ത വസ്തുവിന്, കാരണം എന്താ? മനസ്സ് എന്ന് പറയുന്ന സാധനം ഇതിനില്ല. ഇതിനുള്ളിലുള്ള സോഫ്റ്റ്വെയറിനനുസരിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത് അല്ലേ? മനസ്സ് എന്ന് പറയുന്ന സാധനം ഇതിനില്ല. നമുക്കൊക്കെ എന്തുണ്ട്? ജീവനുള്ള വസ്തുക്കൾക്ക് മനസ്സുണ്ട്. അപ്പം മനസ്സുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാനും ദുഃഖത്തെ ഉണ്ടാക്കാനും സന്തോഷത്തെ ഉണ്ടാക്കാനും സന്താപത്തെ ഉണ്ടാക്കാനും സാധിക്കും എന്നുള്ളതാണ് മനുഷ്യൻ്റെ സവിശേഷത എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ എന്താ പറയണത്? യഥാർത്ഥ ബുദ്ധിമാന്മാരുടെ ജ്ഞാനദൃഷ്ടിയിൽ നേരത്തെ പറഞ്ഞ പോലെ നാഹം മനുഷ്യോ, ഞാൻ മനുഷ്യനല്ല. ഞാൻ ആരാണ്? ചിദാനന്ദരൂപ ശിവോഹം അല്ലേ? ഞാൻ ആനന്ദഘനീഭൂതമായ ശിവസ്വരൂപമാണ്.